പുന്നമടയിലെ ആവേശ കാഴ്ചകളിലേക്കാണ് നമ്മൾ വീണ്ടും എത്തുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ അവിടെ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, രാവിലെ മുതൽ തന്നെ ആവേശം ഒട്ടും ചോരാതെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്, അവിടെയാണ് ഇനി ഗെയിം തുടങ്ങുന്നത്. എങ്ങനെയുണ്ട്? പോയിന്റിലുള്ളത് ഇപ്പോൾ കാഴ്ചക്കാരെല്ലാം തന്നെ ആവേശത്തോടെ കണ്ടിങ്ങനെ തുറന്നിരിക്കുകയാണ്. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായിട്ടുള്ള ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഇതാ ഇപ്പോൾ ഈ പുന്നമട കായലിലേക്ക് ഇറങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ചുണ്ടൻ വള്ളങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലൂടെ കടന്നുപോയി അവരൊരു ട്രയൽ എന്ന വണ്ണം, അതായത് ഒന്ന് ഏറ്റവും ഈ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അവസാനഘട്ട പരിശീലനം എന്നുള്ള നിലയ്ക്ക് ചുണ്ടൻവള്ളങ്ങൾ ഇങ്ങനെ ഇതുവഴി ഇപ്പോൾ ഓരോ ട്രാക്കിലൂടെയും ഇങ്ങനെ കടന്നുപോയി 25 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. വെള്ളിക്കപ്പിന് വേണ്ടിയിട്ടുള്ള മലയാളികളുടെ അഭിമാനമായിട്ടുള്ള നെഹ്റു ട്രോഫി വെള്ളിക്കപ്പിന് വേണ്ടിയിട്ട് മാറ്റുരയ്ക്കുന്നത് 25 ചുണ്ടൻ വള്ളങ്ങളാണ്. ആ 25 ചുണ്ടൻ വള്ളങ്ങളും ഇന്ന് 6 ഘട്ടമായി നടക്കുന്ന ഹീറ്റ്സ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. അതിൽ 4 വള്ളങ്ങൾ വീതമാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ ഒന്നാം ഹീറ്റ്സിൽ തന്നെ ഏറെ ആരാധകരുള്ള എല്ലാവരും ഉറ്റുനോക്കുന്ന കാരിച്ചാൽ ചുണ്ടൻ ഒന്നാം ഹീറ്റ്സിൽ തന്നെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 4ാമത്തെ ട്രാക്കിലായി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ അവർ തന്നെ ആ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തന്നെ നയിക്കുന്ന അല്ലെങ്കിൽ തുഴയുന്ന കാരിച്ചാൽ ചുണ്ടൻ 1ാം ഹീറ്റിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. വിജയപ്രതീക്ഷയുള്ള ചുണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയിട്ടുള്ള ചുണ്ടനാണ്. അത്തരത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുണ്ടൻ തന്നെ 1ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ഹീറ്റ്സ് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആവേശമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഇപ്പോൾ ഫിനിഷിംഗ് ഈ സ്റ്റാർട്ടിംഗ് ഡിവൈസുകൾ ഘടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഹീറ്റ്സ് മത്സരം ഉടനെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തകർ ട്രാക്കിലേക്ക് പോകുന്നു. അവിടേക്ക് ഹീറ്റ്സിന് ഒരുമിച്ച് ഷട്ടറുകൾ താഴുന്നതിനും അതുപോലെ തന്നെ മത്സരങ്ങൾ ഒന്നിച്ച് ആരംഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ തവണ ഇടയ്ക്ക് ചില പാളിച്ചകൾ ഉണ്ടായി എന്ന് സംബന്ധിച്ചിട്ടുള്ള ചില വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. ഇത്തവണ കുറ്റമറ്റ രീതിയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. ആളുകളെല്ലാം തന്നെ വളരെ ആവേശത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ അപ്പുറത്തെ കരയിലുള്ള ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. അവിടെയെല്ലാം ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ വലിയ പ്രായമായവരെല്ലാം തന്നെ ഈ കരകളിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഏത് നിമിഷവും ആർത്തലച്ചോ ഒരു മഴ പെയ്യുമെന്നുള്ള ഭയമുണ്ടെങ്കിൽ പോലും അതിനൊന്നും ഭയക്കാതെ, അതിനൊന്നും വകവെക്കാതെ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പ്, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കരക്കാർ, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചുണ്ടൻ വള്ളം, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബോട്ട് ക്ലബ്ബ്, അവരുടെ വീരാരാധനയാണ് ഓരോ ബോട്ട് ക്ലബിനും അതുപോലെ തന്നെ ഓരോ ചുണ്ടനും ഇവിടുത്തെ ഓരോ മലയാളിക്കും ഉള്ളത്. പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക്, ആലപ്പുഴ, കോട്ടയം അവിടെയുള്ളവർക്കെല്ലാം വലിയ രീതിയിൽ അത്തരത്തിലുള്ള ഒരു വീരാരാധന തന്നെയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കാൻ പോകുന്നു എന്നതിന്റെ സമയക്രമം അടുത്തതോടുകൂടി ഇരു കരകളിലുമായി അങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ് ആബാലവൃദ്ധം ജനങ്ങൾ. ഇപ്പോൾ തന്നെ വൈകാതെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവരുടെ ഫൈനൽ മത്സരം നടക്കാനുണ്ട്. അത് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം പൂർത്തിയായതിനു ശേഷമാണ് അത്തരം നടക്കുക. ഇങ്ങനെ ഏറ്റവും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പുന്നമട കായലിന് ഇരുവശവും ജനലക്ഷങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു വർഷത്തെ പ്രയത്നം, ഒരു വർഷത്തെ സ്വപ്നങ്ങളെല്ലാം തന്നെ ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. ആരുടെ പ്രാർത്ഥനകളാണ്, ആരുടെ പ്രയത്നമാണ് വിജയ കിരീടം ചൂടുക, ആ വെള്ളിക്കപ്പ് ചൂടുക എന്നറിയാൻ നമുക്കിനി ഒരുപക്ഷെ 5 മണി വരെയെങ്കിലും കാത്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഓരോ വള്ളംകളി പ്രേമികളും. ചെറിയ മിഥുൻ, ഈ ഔദ്യോഗിക ഉദ്ഘാടനം 2 മണിക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് അത് താമസിക്കുന്നത്? ആരാണ് ഉദ്ഘാടനം നിർവഹിക്കുക?
ഉദ്ഘാടന ചടങ്ങുകൾ വൈകാതെ തന്നെ തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും മനസ്സിലാക്കുന്നത്. അവിടെ നെഹ്റു പവലിയനിലാണ് അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. അവിടെ നിന്ന് മനോജ് ഉണ്ട്. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ മനോജ് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈകാതെ തന്നെ നടക്കേണ്ടതാണ്. കാരണം 2 മണിയോട് കടക്കുന്ന ഒരുപക്ഷെ ഈ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കൊരു മാസ് ഡ്രിൽ അടക്കം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ മാസ് ഡ്രില്ലെല്ലാം പൂർത്തിയായതിനു ശേഷം ഒരുപക്ഷെ അതിനോടടുപ്പിച്ച് തന്നെ ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങും നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു ചുണ്ടൻ ട്രാക്കിന് പുറത്തുകൂടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്ന കാഴ്ച പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഈ ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഇതുവഴി ഇങ്ങനെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ അവരിങ്ങനെ വലിയ രീതിയിൽ ആവേശത്തോടെ ആർപ്പ് വിളിക്കുകയാണ്. ആ ചുണ്ടൻ വള്ളങ്ങളുടെ വിജയത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുകയാണ്. തലവടി ചുണ്ടനാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. UBC കൈനഗരി തുഴയുന്ന തലവടി ചുണ്ടൻ. നമുക്കറിയാം UBCയെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തവണ കപ്പ് നേടിയിട്ടുള്ള സ്വർണ്ണ കപ്പ് നേടിയിട്ടുള്ള ബോട്ട് ക്ലബ്ബാണ് UBC. അതുകൊണ്ട് തന്നെ അവരുടെ ആ കടന്നുപോക്ക് കണ്ട വളരെ രാജകീയമായിട്ടുള്ള ഒരു കടന്നുപോക്ക് തന്നെ ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു പരിശീലനത്തിന് തന്നെ ആ ഒരു എന്തുമാത്രം രാജകീയമായിട്ടാണ് അവർ കടന്നു പോകുന്നത്. ആ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ കൈവീശിയുമെല്ലാം ആ പ്രിയപ്പെട്ട ചുണ്ടനെയും പ്രിയപ്പെട്ട ബോട്ട് ക്ലബിനെയും എല്ലാം ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈ ഓളപ്പരപ്പ് ഒരു പൂരസമാനമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാഴ്ച. ഇവിടെ അത്തരത്തിൽ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വീണ്ടും നമുക്ക് എത്തേണ്ടതുണ്ട്. അരുൺ കൊടുങ്ങൂരും സംഘവും അവിടെ തയ്യാറാണ്. അവരിലേക്ക് വേഗത്തിലെത്താം.